താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗതക്കുരുക്ക്. ആറാം വളവ് മുതൽ അടിവാരം വരെ വാഹനങ്ങളുടെ നീണ്ട നിര. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹദ്, രാവിലെയും ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിത, ഇന്നലെ രാത്രിയിലാണ് രണ്ട് ലോറികൾ ഈ ചുരത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക്, അതായത് പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഈ രാവിലെ ഈ ലോറികൾ പൂർണ്ണമായിട്ടും അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടില്ലെങ്കിലും ഇത് സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒരു വാഹനം മുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 3 മണിക്കൂറിലധികം സമയമെടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അവിടെയുള്ള ചുരം സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ പോലീസുമായും യാത്രക്കാരുമായും ഒക്കെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ 6-ാം വളവ് മുതൽ അടിവാരം വരെയുള്ള ഭാഗത്താണ് വലിയ രീതിയിൽ വാഹനത്തിന് ഒരു നീണ്ട നിര തന്നെ കാണാനാവുക. രാവിലെ ഇത് അതിൻ്റെ 10 മടങ്ങായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം രാവിലെ പൂർണ്ണമായിട്ടും സ്തംഭിച്ച ഒരു സാഹചര്യമായിരുന്നു. നിലവിലിപ്പോൾ ഏറെ നേരം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചുരം കയറുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 3 മണിക്കൂർ നേരമൊക്കെയാണ് ഒരു വാഹനം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഈ ലോറികൾ ചുരത്തിൽ നിന്ന് എടുത്തു മാറ്റണം. പ്രത്യേകിച്ച് അത് ലോഡുള്ള ലോറി കൂടിയാണ്. അപ്പോൾ ഈ ലോറി ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വെക്കേഷൻ സമയം കൂടി ആയതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ വയനാട്ടിലേക്കും അതുപോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്കും വരുന്നതുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ രാവിലെ ഇത്തരത്തിൽ ഈ ലോറികൾ ഉണ്ടായിരുന്നു എന്നറിഞ്ഞ് ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പിന്നീട് ലോറി സൈഡിലേക്ക് മാറ്റി നിർത്തി എന്നറിഞ്ഞ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് ആ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 മണിക്കൂറിലധികം എന്ന് പറയുന്നത് വലിയ ഒരു സമയം തന്നെയാണ്. വ്യക്തമാണ്, വലിയ ഗതാഗതക്കുരുക്കാണ് താമരശ്ശേരി ചുരത്തിൽ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അത് രാവിലെ തുടങ്ങിയ കുരുക്കാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് ഷഹദ് റഹ്മാൻ നൽകുന്ന വിവരം.